തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം, വെള്ളക്കെട്ട്, ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ കുറേയധികം നിർദ്ദേശങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചതാണ്. ആ പദ്ധതികളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഒപ്പം മീഡിയയോടൊപ്പം ചേരുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ട് പ്രശ്നം, മാലിന്യ പ്രശ്നം, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇങ്ങനൊരു അപകടം ഉണ്ടായതിനു ശേഷം പരസ്പരം പഴിചാരലുകളാണ് നടക്കുന്നത്. സാർ എന്താണ് തോന്നുന്നത്? പരസ്പരം പഴിചാരാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഏജൻസികളുണ്ട്. ഇപ്പം നമുക്ക് റെയിൽവേ ഉണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു തോട് പോകുന്നത്. അതുകൊണ്ട് റെയിൽവേ ഉണ്ട്. പിന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷനുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, PWD റോഡ്സ് ഉണ്ട്, ഇറിഗേഷൻ മൈനർ, മേജർ റോഡ് വരില്ല, മൈനർ, പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കേരള വാട്ടർ അതോറിറ്റി, എല്ലാം കൊണ്ട് പോരാഞ്ഞിട്ട് ഇന്ത്യൻ ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇങ്ങനെ ഇത്രയും ഏജൻസികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം നമ്മൾ തോട് വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പം ഒരു എഞ്ചിനീയർ പറയും, സാറേ ഇത് കോർപ്പറേഷൻ്റെ, നമ്മുടെ അല്ല. അങ്ങോട്ട് മാറി ഒരു 100 മീറ്റർ കഴിയുമ്പോൾ പറയും ഇത് PWD പിന്നെ നാഷണൽ ഹൈവേയുടെയാണ്, നമ്മുടെ അല്ല. ഇങ്ങനെ പല ഏജൻസികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഏകോപിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഏകോപനം നടക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക തന്നെ വേണം. ഏത് ഡിസാസ്റ്റർ ഉണ്ടായാലും, പൊതുജനത്തിന് അസൗകര്യമുണ്ടാക്കുന്ന എന്ത് സംഭവം ഉണ്ടായാലും ഇമ്മീഡിയറ്റ് നമുക്ക് നടപടിയെടുക്കാം. ഒരു കോടതിയും അത് ചോദ്യം ചെയ്യില്ല. ഏകോപനമില്ലായ്മ വകുപ്പുകൾക്കിടയിലുണ്ട്. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ വെള്ളക്കെട്ട് പോലെ തന്നെ കാലാകാലങ്ങളായി തുടർന്നിരുന്നതാണ് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ. ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്. നോക്കൂ, നമ്മൾ 2015 UDF ഗവൺമെൻറ് ഇരുന്ന കാലത്താണ് ഞാൻ ചീഫ് സെക്രട്ടറി ആയത്. അന്ന് പൊടുന്നനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. തിരുവനന്തപുരം സിറ്റി വെള്ളത്തിനടിയിലായി. ഞാൻ എൻ്റെ കാറിൽ പിന്നെ ഇവിടെ കൊച്ചാർ റോഡിൽ കൂടി പോകുമ്പോഴേ എൻ്റെ കാർ മുന്നോട്ട് പോകുന്നില്ല. കാരണം മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു നമുക്ക് PTP നഗറിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കാർ തിരിക്കാൻ പാടുപെടുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുകയാണ്, ഇവിടെ ചത്ത എലികൾ ഒഴുകി നടക്കുന്നു, അമേധ്യം ഒഴുകി നടക്കുന്നു, ഇത് എന്ത് ജീവിതമാണ്, ഇതാ നരക തുല്യമാണ്, ഇത് എന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്ന് അയാൾ കേണപേക്ഷിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അന്ന് തന്നെ എൻ്റെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയത്. എൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ PRDക്കാരോട് പറഞ്ഞു ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഭാഗ്യത്തിന് പിറ്റേ ദിവസം ബുധനാഴ്ചയായിരുന്നു, അത് ക്യാബിനറ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുമ്പ് CM വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ക്യാബിനറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു 10 മിനിറ്റ് തരണം, കാരണം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങേ കാണിക്കാനുണ്ട്, ക്യാബിനറ്റിനെ കാണിക്കാനുണ്ട്. ശരിയെന്ന് പറഞ്ഞു, കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാഴ്ചകളെല്ലാം വീഡിയോ റെക്കോർഡഡ് ആയിരുന്നു, അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ മന്ത്രിമാർ ചോദിക്കുകയാണ് ഇത് എവിടെയാണ്, കേരളത്തിലോ? നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലല്ല, ഇത് നമ്മുടെ മൂക്കിന് താഴെയുള്ള സ്ഥലത്താണ് ഈ നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു അത് നാണക്കേടാണ്, ഇത് എത്രയും വേഗം പരിഹരിക്കണം. പണ്ട് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, നിർദാക്ഷിണ്യം നടപടിയെടുക്കുന്നു. അങ്ങനെ തുടർന്നിട്ടും ഇപ്പോഴും ചില കാര്യങ്ങൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഓരോ അപകടങ്ങളും കാണിക്കുന്നത്. ഒരു സംശയവുമില്ല, ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കൂ, UDF ഗവൺമെൻറ് കാലത്ത് ഇത് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് LDF ഗവൺമെൻറ് തൊടാത്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരതിനെ അങ്ങ് നിരാകരിച്ചു. എന്നാൽ അത് നമ്മൾ നോക്കേണ്ടത് എന്താ, ഇത് ഫലപ്രദമായ ഒരു നടപടി നടന്നിട്ടുണ്ടോ, LDF ആണോ UDF ആണോ ഒന്നും നോക്കാൻ പാടില്ല. ദ പ്രൂഫ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ഇറ്റ്സ് ഈറ്റിംഗ് എന്ന് പറയും. അതുകൊണ്ട് അത് വിജയകരമായി നടന്ന ഒരു സംഭവമാണെങ്കിൽ അത് തുടരണം. ഒരു വർഷം നമ്മൾ ഓപ്പറേഷൻ അനന്തം ചെയ്തത് കൊണ്ട് നഗരത്തിലെ പ്രശ്നം തീരുമോ? മാലിന്യ നിർമ്മാർജ്ജനം വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്, അതിനകത്ത് നമുക്ക് ആരും തർക്കമില്ല. പക്ഷേ ഇന്നലെ ഒരാൾ മാലിന്യം നീക്കം ചെയ്യാൻ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങുന്നു, അയാൾ അപകടത്തിൽപ്പെടുന്നു, അയാളെ കാണാതാകുന്നു. അയാൾക്ക് ആ മാലിന്യം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സ്വയം നീതിക്കരയ്ക്ക് കയറാമായിരുന്നു. അയാളെ രക്ഷപ്പെടുത്താൻ പോലും ഇറങ്ങിയ ഫയർഫോഴ്സിനോ സ്കൂബ സംഘത്തിനോ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് എത്ര ബോധവാന്മാരാക്കിയാലും എന്തുകൊണ്ടാണ് മലയാളികൾ പഠിക്കാത്തത്? എനിക്കറിയില്ല, ഇതൊരു മനസ്സിലാവാത്ത കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും ഇപ്പോൾ കോർപ്പറേഷനും പിന്നെ എന്താണ് റെയിൽവേയും കൂടെ വഴക്ക്. റെയിൽവേ പറയുന്നത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, കോർപ്പറേഷൻ പറയുന്നത് അവരുടെ ജോലിയാണ്, ഞങ്ങളുടെ അല്ല. പക്ഷേ ഈ മാലിന്യം വരുന്ന ആരുടെ ജോലിയാണ്? അത് റെയിൽവേയുടെ ആണോ? അത് കോർപ്പറേഷൻ്റെ അല്ലേ? അപ്പോൾ കോർപ്പറേഷൻ എന്ത് നടപടിയെടുത്തു? ഇവിടെ ഇത്രയും ക്യാമറകൾ വെച്ചിട്ടുണ്ടല്ലോ, എത്ര പേരുടെ ശിക്ഷണ നടപടികളെടുത്തു? നിങ്ങൾ സിംഗപ്പൂരിൽ പോയി നോക്കൂ, റോഡിൽ തുപ്പിയാൽ $500 സിംഗപ്പൂർ ഡോളറാണ് ശിക്ഷ. ഇതിനകത്ത് നടപടി എടുക്കുന്ന ആ ജനതയുടെ ബോധ്യം ഉണ്ടെങ്കിൽ ഒരാൾ ധൈര്യപ്പെടില്ല. ആക്ഷൻ എടുക്കാൻ പറ്റണം. അന്നേരം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ഷനോട് ഇവിടെ ഈ നമ്മുടെ സംസ്ഥാനത്തിൽ പ്രശ്നം അറിഞ്ഞുകൂടെ ഷിജോയ്ക്ക്? ഒരു നടപടി എടുക്കാൻ പറ്റുമോ? ഉടനെ ഒരു യൂണിയൻകാരൻ പറയുന്നത് ഞങ്ങളുടെ യൂണിയനാണ്, ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറയും. ഇതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ വക കാര്യങ്ങളിൽ
മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള ത്രാണി ഉണ്ടാവണം. അതിനുള്ള ആക്ട് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അതിനുള്ള ആയുധം നമ്മൾ സജ്ജരാണ്, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് കൃത്യമായി അത് ചെയ്യണം. അത് ചെയ്യാത്തവർക്കെതിരെ മന്ത്രിമാരടക്കമുള്ളവർ കർശനമായിട്ടുള്ള നടപടി, മുഖം നോക്കാതെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കും. പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് മഴക്കാലമായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം കൊണ്ട് കൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.